FSO എക്സാം ബേസ് ചെയ്ത ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ FSO എക്സാം ബേസ് ചെയ്ത് ഒരുപാട് ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. പഴയ സിലബസ് ബേസ് ചെയ്തിട്ടാണ് ഇത്. ഇപ്പോൾ അത് 2019 നടന്ന ഫസ്റ്റ് എക്സാമിൻ്റെയൊക്കെ ബേസിസിൽ ഉള്ള 2017 സംതിങ്. ഓക്കെ, അപ്പോൾ ഇത് പുതിയ സിലബസ് ബേസ് ചെയ്തിട്ടാണ്. കംപ്ലീറ്റ് സിലബസും ഈ Jan 1 to 15 വരെ കംപ്ലീറ്റ് ആക്കാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്രമാത്രം നടക്കുമെന്ന് അറിയത്തില്ല. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ല, കാരണം എല്ലാം നമുക്ക് സിലബസ് കണ്ടാൽ അറിയാമല്ലോ. ഒരുപാട് ടഫ് സിലബസ് ഒന്നുമല്ല. കാര്യങ്ങൾ ഏറ്റവും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും പഠിച്ചു പോവുക എന്നതാണ് ഈ FSO എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ വർഷത്തെ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. FSOയുടെ എക്സാം സിലബസ് ഓറിയൻറ്റഡ് ആയിരിക്കും. സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് എല്ലാ പാർട്ടും കവർ ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് തന്നെ നമുക്കറിയാമല്ലോ, ഫുഡ് പ്രിസർവേഷൻ ആണ്. സിലബസിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും തരുന്നില്ല എനിക്ക് തോന്നുന്നു. അത് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവരുടെ കയ്യിലെല്ലാം തന്നെ സിലബസ് കാണും. നിങ്ങൾ ആ സിലബസ് പഠിക്കുക ഫസ്റ്റ്, എന്നിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ടോപ്പിക്ക് എഴുതി പഠിച്ച് പോവുക. പിന്നെ മാക്സിമം റീഡ് ചെയ്യുക, മാക്സിമം യൂട്യൂബ് ക്ലാസ്സസ് ഫോളോ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും കോച്ചിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ അത് ബേസ് ചെയ്ത് പഠിക്കുക. നമ്മൾ ഒരുപാട് വായി വലിച്ച് പഠിക്കുന്നതിന് പകരം നമ്മൾ കൃത്യമായിട്ടും കറക്റ്റ് പോയിന്റ്സ് എടുത്തിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോകുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ സിലബസിൻ്റെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഫുഡ് പ്രിസർവേഷൻ തൊട്ടാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാർട്ടാണ് ഫുഡ് പ്രിസർവേഷൻ. ഓക്കെ, നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഫുഡ് പ്രിസർവേഷൻ? Food preservation is the treating of food substance to prevent spoilage, then maintain nutritional value. അല്ലേ, ഫുഡിൻ്റെ ഫുഡ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് പ്രിസർവ് ചെയ്യുക. എങ്ങനെ പ്രിസർവ് ചെയ്യണം? ഫുഡിന് ഒരു സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ചോറാണെങ്കിൽ ചോറിനൊരു നമ്മൾ അരി വേവിച്ച് ചോറുണ്ടാക്കണം. അപ്പോൾ അതിനൊരു പ്രത്യേക തരത്തിലുള്ളൊരു എന്തായിരിക്കും, ഒരു സോഫ്റ്റ്നെസ് ഉണ്ടായിരിക്കും, ഒരു സ്റ്റിക്കിനെസ് ഉണ്ടായിരിക്കും, ഒരു കളർ ഉണ്ടായിരിക്കും, ഒരു ടെക്സ്ചർ ഉണ്ടായിരിക്കും. അപ്പം അതിൻ്റെ സ്പോയിലേജ് ഉണ്ടാകുന്ന സമയത്ത് ഈ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ മാറും. പിന്നെ എന്താണ്, നമ്മൾ കഴിക്കുന്ന ഫുഡിന് ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട് അല്ലേ. നമുക്കറിയാം ന്യൂട്രീഷണൽ വാല്യൂ എത്രമാത്രം ന്യൂട്രിയൻസ് അതിനകത്ത് പ്രസൻ്റ് ആയിരിക്കും. ഇപ്പം ഇൻ കേസ് റൈസിനകത്താണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിരിക്കും, പ്രോട്ടീൻസും ഫാറ്റും കുറവായിരിക്കും. അപ്പം ഫൈബർ, അപ്പം അതനുസരിച്ച് ഓരോ മീറ്റിനാണെങ്കിൽ മീറ്റിനകത്ത് പ്രോട്ടീൻ കൂടുതലായിരിക്കും, ഫാറ്റ് കൂടുതലായിരിക്കും. ഇൻ കേസ് അതിനകത്ത് വരുന്ന ഗ്ലൂക്കോസ് കണ്ടന്റ്, കാർബോഹൈഡ്രേറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പം അതേപോലുള്ള ക്യാരക്ടേഴ്സ് പ്രിസർവ് ചെയ്യുക അല്ലെ, മെയിൻറ്റെയിൻ ചെയ്യുക. ക്യാരക്ടേഴ്സ് പ്രിസർവ് ചെയ്യുക മീൻസ് ഒരു ഫുഡിൻ്റെ ക്വാളിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുക, ന്യൂട്രീഷണൽ ക്വാളിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ എക്സ്റ്റെൻഡ് ഷെൽഫ് ലൈഫ് അല്ലേ, അതിൻ്റെ ഷെൽഫ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കിയ ഫുഡ് നമ്മളിന്ന് നാളെയും കഴിക്കണമെങ്കിൽ ഷെൽഫ് ലൈഫ് ഉണ്ടായിരിക്കണം അല്ലേ. ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും ഡ്രൈ ഫ്രൂട്ട്സിനും ഒക്കെ അതുപോലെ തന്നെ സീഡ്സിനൊക്കെ ഷെൽഫ് ലൈഫ് കൂടുതലായിരിക്കും, കാരണം അതിൻ്റെ വാട്ടർ കണ്ടൻ്റ് ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് കുറവായതുകൊണ്ടാണ് അത് ഷെൽഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇൻ കേസ് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള UHT മിൽക്കുണ്ട്, അപ്പോൾ അതിൻ്റെ ഷെൽഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളത് പ്രിസർവ് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലേ, അൾട്രാ ഹൈ ടെമ്പറേച്ചറിൽ പ്രിസർവ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം നമ്മളെന്താണ്, ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് അതിന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് എന്താണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, നമ്മളെന്താണ് സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യണം, ഫുഡിൻ്റെ സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യണം, മെയിൻറ്റെയിൻ ന്യൂട്രീഷണൽ ക്വാളിറ്റി, അതിൻ്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യണം അല്ലേ. അതിൻ്റെ സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്ത് ഷെൽഫ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യണം. മെയിൻലി നമ്മുടെ ഉദ്ദേശം ഈ മൂന്നെണ്ണമാണ്: സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ന്യൂട്രീഷണൽ വാല്യൂ ആൻഡ് എക്സ്റ്റെൻഡ് ഷെൽഫ് ലൈഫ് ഓഫ് ഫുഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നത് ഇത് ഫുഡ് പ്രിസർവേഷൻ്റെ മെയിൻ നമ്മുടെ യൂസ് അല്ലെങ്കിൽ നമ്മളുടെ ഉപയോഗം എന്തൊക്കെയാണെന്ന് ബേസിക് ആയിട്ട് പറഞ്ഞതാണ്. വളരെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആഹാരം സ്പോയിലേജിൽ നിന്നും, അത് കേടാകുന്നതിൽ നിന്നും അവോയ്ഡ് ചെയ്യണം. അതിൻ്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റീസ്, അതിനകത്ത് ഉള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനകത്തുള്ള എത്രയാണ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടണം അല്ലേ, അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടണം. അപ്പം ഇതാണ് നമ്മൾ ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത് ബേസിക് തിങ്, ഫുഡ് പ്രിസർവേഷൻ്റെ ബേസിക് നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്
അപ്പോൾ എന്തൊക്കെ ടെക്നിക്സ്, ഇതെല്ലാം ടെക്നിക്സ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ എന്ത് ടെക്നിക്സിനും കുറച്ച് പ്രിൻസിപ്പിൾസ് കാണും അല്ലേ. അപ്പോൾ ഇതിനും കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നോക്കാം. ഇൻഹിബിഷൻ ഓഫ് മൈക്രോബിയൽ ഗ്രോത്ത്. ഓക്കെ, നമുക്കറിയാം മൈക്രോബ്സ് ഉണ്ടാകുന്നെങ്കിൽ മാത്രമാണ് അവിടെ സ്പോയിലേജ് ഉണ്ടാകുന്നത് അല്ലേ. മൈക്രോബ്സ് ഇല്ലാത്തടത്ത് നമ്മൾ സ്പോയിലേജ് ഉണ്ടാകാറില്ല. നോർമലി നമ്മൾ ഫ്രോസൺ ഏരിയാസിൽ അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസിലൊന്നും തന്നെ പെട്ടെന്ന് സ്പോയിലേജ് ഒന്നും ഉണ്ടാകത്തില്ല, കാരണം അവിടെ മൈക്രോബ്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ നോർമലി എന്താണ്, ഇൻഹിബിഷൻ ഓഫ് മൈക്രോബിയൽ ഗ്രോത്ത്, മൈക്രോബിയൽ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുക, അതൊരു പ്രിൻസിപ്പിളാണ്. സെക്കൻഡ്, ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഈവൻ മൈക്രോ ഓർഗാനിസംസ് അതിനകത്തുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് സ്പോർസ് ഉണ്ട്. ഈ സ്പോർസിനെ എല്ലാം തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഡിസ്ട്രക്ട് ചെയ്യണം അല്ലേ. നമ്മൾ പ്രിസർവ് ചെയ്യുന്നത് എന്തിനാണ്, അതിൽ എന്താണ് സ്പോയിലേജ് ഉണ്ടാക്കാൻ പാടില്ല. മെയിൻറ്റെയിൻ ഷെൽഫ് ലൈഫ്, എക്സ്റ്റെൻഡ് എന്താണ് ഷെൽഫ് ലൈഫ് ആൻഡ് പ്രിവെൻറ്റ് സ്പോയിലേജ് അല്ലേ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അവിടെ മൈക്രോബ്സ് വന്നാൽ അത് നോർമലി സ്പോയിലേജ് ആകും. അപ്പോൾ അങ്ങനെ നോർമലി സ്പോയിലേജ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് മൈക്രോബ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രസൻസിനെ എന്ത് ചെയ്യണം, ഇൻഹിബിറ്റ് ചെയ്യണം അല്ലേ. അതിൻ്റെ പ്രസൻസിനെ ഇൻഹിബിറ്റ് ചെയ്ത് കളയണം. ഓക്കെ, അത് സെക്കൻഡ്, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇൻഹിബിഷൻ ഓഫ് മൈക്രോബിയൽ ഗ്രോത്ത്. സെക്കൻഡ് വൺ ഈസ് ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോബ്സ് ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കണം, ഉള്ളതിനെ ഇൻഹിബിറ്റ് ചെയ്യുക. ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ദെൻ എൻസൈമാറ്റിക് ആക്ടിവിറ്റി. ചില മൈക്രോബ്സ് അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അൾട്രാ ഹൈ ടെമ്പറേച്ചറൊക്കെ കൊടുത്തപ്പോൾ അത് എല്ലാം തന്നെ ഡെഡായി പോയി. പക്ഷേ അതിൻ്റെ എൻസൈംസ് ഉണ്ടായിരിക്കും, അല്ല അത് പ്രൊഡ്യൂസ് ചെയ്ത എൻസൈംസ് ഉണ്ടായിരിക്കും, അത് അവിടെ ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഫുഡ് എൻസൈംസുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പം അതിനെയും പ്രിവെൻറ്റ് ചെയ്യണം. എന്തിനെ പ്രിവെൻറ്റ് ചെയ്യണം, ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്, ഇൻഹിബിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്, ഇൻഹിബിഷൻ ഓഫ് എൻസൈമാറ്റിക് ആക്ടിവിറ്റി അല്ലേ. ഫുഡിനകത്ത് എൻസൈംസ് ഉണ്ടാകും, മൈക്രോബ്സ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്തൊക്കെ വന്നാലും ആ ഫുഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പം ഇൻഹിബിഷൻ ഓഫ് എൻസൈമാറ്റിക് ആക്ടിവിറ്റി, ഇൻഹിബിഷൻ ഓഫ് മൈക്രോബിയൽ ഓർഗാനിസംസ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോബ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. മീൻസ് മൈക്രോ ഓർഗാനിസംസ് ആകാം, സ്പോർട്സ് ആകാം, അതെന്തും ആകാം. പ്രിവെൻഷൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് അല്ലേ. ഓക്സിഡേഷൻ നടക്കും. അപ്പം ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവിടെ ഓക്സിഡേഷൻ നടക്കും. അപ്പം ആ കെമിക്കൽ റിയാക്ഷൻസിന് എന്ത് ചെയ്യണം, പ്രിവെൻറ്റ്